ഇന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ 2025-26 അധ്യയന വർഷത്തിലെ +1 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഒരു ബന്ധവും പരാതിയുമില്ലാതെ ഈ വർഷത്തെ +1 ക്ലാസ്സുകൾ ആരംഭിക്കുന്നു എന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാണ്. ഞാൻ വളരെയേറെ സന്തോഷമുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നു. സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടിയ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടത്തുന്ന ഈ വേളയിൽ എല്ലാ വിദ്യാർത്ഥികളെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത വർഷം മുതൽ വിപുലമായിട്ടുള്ള പ്രവേശന ഉത്സവവും അതുപോലെ നേരത്തെ ഡോക്ടർ വാസിനിയുടെ സൂചിപ്പിച്ചതുപോലെ +1 തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രക്ഷാകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു പഠനം കൂടി ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിപ്പോ കുട്ടികളെ പിന്തുണയ്ക്കുന്ന മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വേണ്ടി അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ഈ വർഷത്തെ +1 പ്രവേശനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കൗമാരത്തിന്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കടക്കുന്ന നമ്മുടെ കുട്ടികളെ പുതിയ കാലം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ പ്രാപ്തമാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു ചരിത്രപരമായ ദൗത്യത്തിന് തുടക്കം കുറിക്കുകയാണ്. കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പേരിലുള്ള ഈ ബൃഹത്തായ പദ്ധതിയിലൂടെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിപുലമായ പിന്തുണ സംവിധാനങ്ങൾ ഒരുക്കാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതികവിദ്യയുടെ വളർച്ചയും സാമൂഹിക മാറ്റങ്ങളും കുട്ടികളുടെ ജീവിതത്തിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, സൈബർ സുരക്ഷാ ഭീഷണികൾ, പഠനപരമായ സമ്മർദ്ദങ്ങൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഈ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടുവാനും ആരോഗ്യകരമായ കൗമാരം കെട്ടിപ്പടുക്കുവാനും അവരെ പ്രാപ്തമാക്കുക എന്നതാണ് കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പദ്ധതി ഒരു പ്രഖ്യാപനം മാത്രമല്ല, ഓരോ കുട്ടിയുടെയും വ്യക്തിഗതമായ വളർച്ചയ്ക്കും പുരോഗതിക്കും ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിദഗ്ധരുടെ സഹായത്തോടെയുള്ള കൗൺസിലിംഗ് സേവനങ്ങൾ, വ്യക്തിത്വ വികസന ക്ലാസുകൾ, സൈബർ സുരക്ഷാ ബോധവൽക്കരണം, ജീവിത നൈപുണ്യ പരിശീലനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുകയാണ്. കുട്ടികളുടെ ഗുണപരമായ മാറ്റത്തിന്റെ വേഗം വർദ്ധിപ്പിക്കുന്നതിൽ ഈ പ്രവർത്തനങ്ങൾ നിർണായകമായ പങ്ക് വഹിക്കും. ഈ ദൗത്യം വിജയകരമാക്കുവാൻ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികൾ എന്തും തുറന്നു പറയാനുള്ള അന്തരീക്ഷം വിദ്യാലയങ്ങളിലും വീടുകളിലും ഉണ്ടാവണം. അധ്യാപകർക്ക് കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുവാനും വേണ്ട പിന്തുണ നൽകുവാനും പരിശീലനം നൽകും. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ശരിയായ മാർഗനിർദ്ദേശം നൽകുവാനും കൂടെയുണ്ട് കരുത്തേകാൻ പദ്ധതിയിൽ സാധിക്കും. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ വെറും പാഠപുസ്തക അറിവ് നൽകുന്നവരങ്ങൾ മാത്രമല്ല, സാമൂഹികമായും വൈകാരികമായും ബുദ്ധിപരമായും കുട്ടികളെ വളർത്തുന്ന ഇടങ്ങളായി അവ മാറണം. സന്തോഷത്തിന്റെയും കരുതലിന്റെയും അന്തരീക്ഷം ഇവിടെ ഓരോ ദിവസവും ഉണ്ടാകണം. ഓരോ കുട്ടിയും സുരക്ഷിതരാണെന്നും അവരെ പിന്തുണയ്ക്കുവാൻ ഒരു വലിയ സമൂഹം കൂടെയുണ്ടെന്നും അവർക്ക് തോന്നണം. +1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലൂടെ ഈ മഹത്തായ ദൗത്യത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. കൂടെയുണ്ട് കരുത്തേകാൻ എന്ന പദ്ധതിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു അസുപ്രധാന നാഴികക്കല്ലായി മാറും. നമ്മുടെ കുട്ടികൾക്ക് കരുത്തും ആത്മവിശ്വാസവും നൽകി മികച്ച പൗരന്മാരായി വളർത്തുവാൻ ഈ പദ്ധതി സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മെറിറ്റ് സീറ്റിൽ 2,72,657, സ്പോർട്സ് കോട്ടയിൽ 4,517, മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ 1,224, കമ്മ്യൂണിറ്റി കോട്ടയിൽ 16,945, മാനേജ്മെന്റ് കോട്ടയിൽ 14,701, അൺഎയ്ഡഡ് കോട്ടയിൽ 6,042 അടക്കം 3,15,986 കുട്ടികളാണ് ഇന്ന് ക്ലാസ് മുറികളിൽ എത്തിച്ചേരുന്നത്. ഇത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും കുട്ടികൾ ഒരുമിച്ച് ക്ലാസ്സിൽ എത്തിച്ചേരുന്നത്. ഇവർക്ക് പൗരബോധം ഉളവാകുന്ന ക്ലാസ്സുകൾ ആദ്യത്തെ ഒരാഴ്ച 1 മണിക്കൂർ വീതം നൽകും. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം നടക്കുന്നത്.
ബാക്കി വരുന്ന +1 അലോട്ട്മെന്റ് ഘട്ടങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാകും എന്ന് ഞാൻ അറിയിക്കുകയാണ്. എല്ലാ +1 വിദ്യാർത്ഥികൾക്കും ശോഭനമായ ഒരു ഭാവിയും വിജയകരമായ പഠനവും ആശംസിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഒരു പ്രഖ്യാപനം കൂടി നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം 1 മുതൽ 10 വരെയുള്ള മുഴുവൻ ക്ലാസ്സിനും പുതിയ പാഠപുസ്തകം പുതുക്കിയായിട്ട് ഇറങ്ങുകയുണ്ടായി. 3,80,00,000 പാഠപുസ്തകങ്ങളാണ് കുട്ടികളുടെ എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പാഠപുസ്തകം കൃത്യമായി കുട്ടിയുടെ കയ്യിൽ സ്കൂൾ തുറക്കുന്നതിന് ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് എത്തുന്നത് ഇത് ആദ്യമായിട്ടാണെന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം അടുത്ത വർഷം 11, 12 ക്ലാസ്സിലെത്തിയിട്ടുള്ള പുതിയ പാഠപുസ്തകം ഇറക്കുമെന്നുള്ള കാര്യം ഞാൻ ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. 80 ടൈറ്റിൽ പുസ്തകങ്ങളാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇറക്കേണ്ടത്. ഇത് പഴയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നതിൽ കൂടുതലും. അതുകൊണ്ട് അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിതത്തിന്റെ നാനാതുറകളിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം. അതുകൊണ്ട് തന്നെയാണ് 80 ടൈറ്റിൽ പുസ്തകങ്ങൾ 11, 12 ക്ലാസ്സിലേക്ക് ഈ വർഷം ഞങ്ങൾ പുതുക്കി ഇറക്കും. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിന്റെ മറ്റു കാര്യങ്ങളിലും തീരുമാനം എടുക്കാൻ വേണ്ടി പോവുകയാണെന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ രക്ഷകർത്താക്കളെ അഭിനന്ദിക്കുന്നു. എന്ന് മാത്രമല്ല, ഡോക്ടർ വാസുജി ഞങ്ങളുടെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്, സ്വാഗതം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, യോഗം അവസാനിച്ചാലും ഞാൻ ആ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അതൊരു പുതിയ സംഭവമാണ്, പുതിയ സംഭവമാണ്. തീർച്ചയായിട്ടും അതിൽ നിന്ന് പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്താകെ ഇന്ന് ക്ലാസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള +1 വിദ്യാർത്ഥികളെ സംസ്ഥാന ഗവൺമെന്റ് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു.